വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പം രണ്ടുപേരും എന്താ പറയുക, ഹാർവെസ്റ്റിങ്ങിലാണ്. തക്കാളിയാണ് കേട്ടോ ഈ കാണുന്നത്. പറിച്ചോ? വലിയ തക്കാളി അല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. കുണുകുണുകുണുകുണോന്ന് പറഞ്ഞിട്ട്. ആ ഡ്രമ്മിലുള്ളത് എന്തായി? ഞാൻ അവിടെയും കാണിച്ചു തരാം കേട്ടോ. ഇതിലായിരുന്നു കുറേ എണ്ണം പറിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. ഇത് നമ്മൾ പടുമുള്ളയായിട്ടുണ്ടായതായിരുന്നു. ഇതിനകത്തും ഉണ്ട് ചെറുത് ചെറുത്. ഇതിപ്പോൾ ഇങ്ങനെ അയ്യോ പൊട്ടിയോ? അതെ, ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതാ ഞാൻ 3 എണ്ണം പറിച്ചു. അങ്ങനെയാണ് ഗൈസ്, അവിടെ തക്കാളി പറിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ചീരേൻ്റെ വിത്ത് എടുത്ത് വെച്ചതാണ്. ഇതൊക്കെ കുറേ ഉണ്ട്. എന്താ അത് അവിടെ നിന്ന് പറിക്കുന്നതായിരിക്കും നന്നാവുക. സ്ട്രോബെറി പേരക്ക അല്ലേ? നല്ല ടേസ്റ്റ് ആട്ടോ. ഭയങ്കര പുളിയാ. അമ്പഴങ്ങയൊന്നും പറിക്കുന്നില്ല ഇപ്പം. വലിയ കട്ടിയുള്ള കുരുവായിരിക്കും, നല്ല പുളിയും ഉണ്ടാവും. എന്താ പുളി എനിക്ക് അത്ര ഇഷ്ടം പോരാ. റംബൂട്ടാനൊക്കെ കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഇതൊന്ന് ആവാനുണ്ട്. ക്ലീനിങ് ഒക്കെ ചെയ്ത് നടക്കുകയായിരുന്നു രണ്ടാളും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചേന വെച്ചതാ. ചേന പൂവായിട്ടും വന്നു, ഒരുവൻ തൂമ്പായിട്ടും വന്നു. അപ്പൊ അമ്മ പറഞ്ഞു പൂവ് നമുക്ക് ഉപ്പേരി. പിന്നെ ഇതിന്റെ ചെറിയ സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. ഇത് വിരിഞ്ഞ അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. മോശം മണമായിരിക്കും അല്ലേ? മോശം മണമായിരിക്കും. അപ്പൊ ഇത് പൂവും ഇത് എന്താ? കൂമ്പ്, അതിന്റെ കൂമ്പ്. കൂമ്പ്. അപ്പൊ ഇതാണ് ഇനി ജെല്ലി ചെടിയായി മാറുന്നത്. മുറിച്ചു കഴിഞ്ഞാലും താഴത്തുനിന്ന് അടുത്ത കൂമ്പ് വരും. ഓഹോ, എന്നാ അത് പറിക്കുന്നുണ്ടോ? അമ്മ ഉപ്പേരി ഉണ്ടാക്കുന്നില്ലേ? ഇതുകൊണ്ടോ? അപ്പൊ മണം ഉണ്ടാവില്ലേ? വിരിഞ്ഞു കഴിഞ്ഞാലാ പ്രശ്നം. ആണോ? ചേനപ്പൂവില്ലേ? ചൊറിയോ? ചൊറിയില്ല, അതിന്റെ കറ മേലാവണ്ട. ചിലർക്ക് ചൊറിയും, എന്നാ ചിലർക്ക് ചെറിയായിരിക്കും, ചിലർക്ക്. ഓക്കെ ഗായ്സ്, അപ്പൊ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എന്താ അമ്മ? ഇന്ന് പറിച്ച ചേനപ്പൂവും പയറും കൂടെ ഉപ്പേരി വെച്ചതാണ്. ഓക്കെ, ചേനയുടെ പൂവും നമ്മള് വീട്ടിൽ പറിച്ച പയറും കൂടെ ഉപ്പേരി വെച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. ചൂടാ, നല്ല ചൂടാ. ഇത് ചേനപ്പൂവ് എവിടെ? ഇതാ. കൊള്ളാം, ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ചേനപ്പൂവും ഇവിടെ പയറും കൊണ്ടും ഉണ്ടാക്കിയ ഉപ്പേരിയാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ? അപ്പം ഇതിൻ്റെ ഇത് പറിക്കുന്നതൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിലൊക്കെ ചേനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂവൊക്കെ പറിച്ചിട്ട് ഉപ്പേരി വെച്ചോളാം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഏതാ വാഴ കൊലച്ചു എന്ന് പറഞ്ഞു? റോബസ്റ്റ കായ്ച്ചുട്ടോ ഗൈസ്. കായ്ച്ചു എന്നല്ലല്ലോ, എന്തായാലും പറയാ, കൊലച്ചു. ആണോ? ഇതാണല്ലേ അതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ തൂമ്പ് ചെറുതായിട്ട് വരും. ഇനിയിപ്പോൾ അത് ഇങ്ങനെ താഴത്തേക്ക് വരും അല്ലേ? ഇവിടെ ഇങ്ങനെ റോബസ്റ്റയുടെ കൊല ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം തക്കാളി പറിച്ചു, ചേനപ്പൂവ് പറിച്ചു, പിന്നെന്താ പറിച്ചു? സ്ട്രോബെറി പേരയ്ക്ക പറിച്ചു. ഇനി എന്താ നിങ്ങൾക്കുള്ള പറിക്കാൻ? രാംഗംഗ ഈ വർഷം കായ്ക്കുന്നതാണ് അച്ഛൻ പറഞ്ഞത്. മാർച്ച് കഴിയുന്നല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. ആയോ? റോബസ്റ്റ മഴയത്ത് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞി തണ്ട. പയറും പറിക്കാനുണ്ട്. എവിടെ നോക്കട്ടെ. അത് ആയിക്കോട്ടെ, 2 ദിവസം കൂടി, അത് കുറച്ചും കൂടി വലുതാവാനുണ്ടാവും. അത് മിക്കവാറും ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. 100-150 ആണെന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കായാവാനുള്ളത്. അപ്പം അത് വളർന്നോട്ടെ.
പയർ വേണോ? പറിക്കണം. ഇനിയിപ്പോൾ ഉപ്പേരി വെക്കാൻ നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ളത് ഉപ്പേരി പറിച്ചോളൂ. പയർ പറിച്ചോളൂ. ഓക്കെ. അപ്പം പിന്നൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞങ്ങളുടെ ചിരങ്ങയൊക്കെ വലുതായിട്ടോ. പിന്നെ അത് ഇവിടെ ഒന്നുണ്ട്. പിന്നെ അച്ഛൻ എവിടേക്കൊക്കെയോ കണ്ടിട്ടുണ്ട്, അതൊന്നും എനിക്കറിഞ്ഞൂടാ. എവിടെ? ഞാൻ 2 കണ്ടു. എവിടെയാ? അവിടെ ഞാൻ കണ്ടു. ഓക്കെ, അവിടെ ഒന്നുണ്ട്. പിന്നെ വേറെ വേറെ എവിടേക്കൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ നോട്ടെ. അമ്മ പയറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാങ്ങ വലുതാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ചീരന്റെ വിത്താണോ വീണെടുക്കണേ? അപ്പൊ ഇവിടെയൊക്കെ ഇനിയിപ്പോ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ മഴയായിരുന്നു മിനിഞ്ഞാന്നൊക്കെ കേട്ടോ, നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പം ഇനിയിപ്പോൾ നോക്കണ്ട, ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല ചീര കാരണം. കുഴപ്പമില്ല, നമുക്ക് പറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്ത്. എന്താ അവിടെയുണ്ടോ? അത് നമ്മൾ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒന്നുണ്ട്. ഇതൊക്കെ വലുതാവോ? നമ്മൾ കായ്ച്ചയുടെ ട്രാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എല്ലാം കായ്ക്കാൻ തുടങ്ങി നല്ല രീതിയിൽ. അമ്മ പയർ പറിക്കുന്ന പരിപാടിയിലാണ്. പിന്നെന്താ ഗൈസ് പറിക്കാനുള്ളത്? പിന്നെ എന്ന് പറയുമ്പം എന്താ, ഇപ്പോൾ ലോങ്കനൊക്കെ വലുതായി. എൻ്റെ പകുതിയായ ആൾ. നമ്മളതിന് മുമ്പ് വെച്ച ഇത് നേന്ത്രവാഴയൊക്കെ വലുതായിട്ടോ. നേന്ത്രവാഴയുണ്ട്, 2 ഞാലിപ്പൂവനുണ്ട്, റോബസ്റ്റ ഉണ്ട്, പിന്നെ എന്തോ ഒന്നും കൂടി ഉണ്ട്. എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഗൈസ്. എന്തായി ഇവിടെ? മറ്റേ മഞ്ഞളല്ല, ഇന്നലെ പൂവല്ലേ? മറന്നുപോയോ? മാങ്ങഞ്ചി നമ്മളെ കിഴങ്ങ് കുഴിച്ചിട്ടില്ലേ? ഇത് കറ്റാർ വാഴയല്ലേ? എന്ത് ഇവിടെ എന്താ? അവിടെ ഒരു കിഴങ്ങ് അന്ന് നമ്മള് മണ്ണിന്ന് കിട്ടിയല്ലോ, തൊപ്പക്കിഴങ്ങ്. തൊപ്പക്കിഴങ്ങ്. അത് പണ്ടത്തെ വീഡിയോയില് നമ്മള് കുഴിച്ചിടുന്നത് വീഡിയോ എടുത്തിരുന്നല്ലോ. ഓക്കെ, അച്ഛനും അമ്മയും കൂടി പയറൊക്കെ പറിച്ചിട്ടുണ്ട്. പുതിയ ബ്രേസ്ലെറ്റ് ഒക്കെ വന്നല്ലോ. ആരാ? അച്ഛന് കൊറേ പയർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ വെച്ചോളൂ. ഇത് മതി, ഇത്രയും മതിയേ. വെണ്ടയ്ക്ക പോലെ അല്ലേ മൂത്ത് പോയാ? അമ്മേൻ്റെ ആ പീനട്ട് ബട്ടറൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ചോന്ന്. ഇതൊക്കെ കിളി കഴിക്കാറുണ്ടോ? എന്നാ കിളി കഴിച്ചോട്ടെ. കഴിച്ച് സൈഡാവും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വേറെന്തെങ്കിലും സ്പെഷ്യലായിട്ട്? അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇതാണ് ഇന്ന് കിട്ടിയ വിളവെടുപ്പാണ് ഈ കാണുന്നതൊക്കെ. തക്കാളി, പയറ്, പേരയ്ക്ക, ചേന. പയർ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ലെങ്തി വീഡിയോ ആവും, അതുകൊണ്ട് മുഴുവൻ കാണിക്കുന്നില്ല. 2 പേരും ടാറ്റ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്.